ഇവരുടെ അഡ്വൈസ് ഒക്കെ കേട്ടാൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഇവരെ അഡോപ്റ്റ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇവർ പ്രാക്ടിക്കൽ പേഴ്സൺ ആയതുകൊണ്ട്. അപ്പം വെരി വെരി ക്ലിയർ ആയിരിക്കും അവർ അഡ്വൈസ്. നല്ലൊരു ലവറാണ് ഇവർ, നല്ലൊരു ലവറാണ്, നല്ല ക്യാരിങ് കപ്പാസിറ്റി ആണ്, ക്യാരിങ് പേഴ്സൺ ആണ്. അപ്പം ഇവർക്ക് അത് തിരിച്ചിങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞൂടാതെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ ഇരിക്കും ഇവരുടെ ലൈഫിൽ. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവരെ ചുറ്റിലും റൂമേഴ്സ് സ്പ്രിഡ് ആയിക്കൊണ്ടേയിരിക്കും. റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ റൂമേഴ്സ്, അത് എന്തുകൊണ്ട് വന്നു, എന്ത് നിൽക്കുന്നു. വെൽക്കം ടു NBC ജ്യോതിഷം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ധനു രാശിക്കാരുടെ ക്യാരക്ടർ എങ്ങനെ ഇരിക്കും എന്ന് കാണാം. ധനു എന്ന് പറഞ്ഞാൽ കാലപുരുഷന്റെ 9ാമത് രാശിയാണ്. അതായത് ഭാഗ്യങ്ങൾ, എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഈ കാലപുരുഷന്റെ 9ാമത് വീട് എന്ന് പറഞ്ഞാലേ അറിയാം. ഭാഗ്യം, പിന്നെ അച്ഛൻ വഴി കിട്ടുന്ന പുണ്യങ്ങള്, പിന്നെ നമുക്ക് അൺഎക്സ്പെക്ടേഷനിൽ കിട്ടുന്ന സാധനങ്ങളുടെ ഒരു രാശിയാണ് ഈ ധനു രാശി. അപ്പം ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് ഒരു ലൈഫ് പാർട്ട് 2 പാർട്ടായിരിക്കും ഇവരുടെ ലൈഫ്. അതിൽ ഫസ്റ്റ് ഓഫ് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ, ഇവരുടെ ഒരു വാല്യൂ ആയ പേഴ്സൺ, ഇവരുടെ ലൈഫിൽ ഒരു വാല്യൂ ആയ പേഴ്സണെ ഇവർ ഉറപ്പായിട്ട് മിസ് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു രാശിയാണ്. അതായത് അവര് നന്നായിട്ട് ജീവിച്ചു, ഞങ്ങളുടെ ഫാദർ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ, ഇങ്ങനെ അവർ ഭയങ്കര ഒരു എന്തെങ്കിലും ഒരു പോസ്റ്റോ ഡിപ്പാർട്ട്മെന്റോ ഇപ്പോൾ ഒരു വില്ലേജിൽ ഇരിക്കുവാണെങ്കിൽ ആ വില്ലേജിൽ ഒരു ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എന്നിട്ട് അവിടുത്തെ ഒരു ഇഴപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടത്തിന് ശേഷം ഒരു ജീവിതം, അങ്ങനത്തെ ഒരു ഫാമിലി. അതായത് ഞങ്ങളുടെ ഫാമിലി ഇത്രയും നന്നായിട്ടിരുന്നു, ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ പറച്ചിൽ കേൾക്കുന്ന ഈ ധനുരാശിയാണ്. അതായത് നമുക്കറിയാം ധനുരാശി എന്ന് പറഞ്ഞാൽ ഈ ഫാദറെ പോലെ അഡ്വൈസ് ചെയ്യുന്ന ഒരു രാശിയാണ്. അതായത് എന്തായാലും ഇവരെല്ലാവർക്കും അഡ്വൈസ് ചെയ്യും. ഇവരുടെ അഡ്വൈസ് ഈ പസുമരത്താണി പോലെ വൺസ് നമ്മൾ ഇത് എടുക്കുവാണെങ്കിൽ അത് നന്നായിട്ടിരിക്കും. ഇവർ ചെയ്ത അഡ്വൈസ് പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ വാക്കുകളൊക്കെ കൃത്യമായിട്ടിരിക്കും. ഇപ്പം ഇവർ അഡ്വൈസ് കേട്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ചിലവർ അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ മറന്നു കളയും. പക്ഷെ ഇവരുടെ അഡ്വൈസ് നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും ഇവരുടെ അഡ്വൈസ്. ക്ലിയർ വെരി വെരി ക്ലിയർ ആയിരിക്കും അവരുടെ അഡ്വൈസ്. അപ്പം എന്നാ തന്നക്ക് അഡ്വൈസ്, അതായത് മറ്റുള്ളവർക്ക് യൂസ് ആകുന്ന ഒരു അഡ്വൈസ് തൻ്റെ ജീവിതത്തിൽ അതായത് യൂസ് ആകത്തില്ല. ഇവരെ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ജീവിതത്തിൽ അഡ്വൈസ് എടുക്കാൻ പറ്റില്ല. ഇവർ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യും. എന്നാൽ ഇവർക്കൊരു അഡ്വൈസ് ചെയ്യണമെങ്കിൽ അത് മറ്റുള്ളവർ ചോദിക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. ഒരു കൺഫ്യൂഷൻ, അവരുടെ ലൈഫിൽ ഒരു പേടി. അതായത് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ, എൻ്റെ ലൈഫ് പാറ്റേൺ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇവർക്കൊരു ഡിസൈൻ കാണാം. അപ്പം ഇവർ ചെയ്യേണ്ടത് സ്പിരിച്വൽ ലൈഫിൽ ഒരുപാട് ഇവർ ഇരിക്കണം. അതായത് ഇവരുടെ സ്പിരിച്വൽ എന്ന് പറഞ്ഞാലും അത് യൂണിക്കായിരിക്കും. നമ്മളുടെ സ്പിരിച്വൽ പോലെ നോർമലായിട്ട് എല്ലാവരെയും ഫോളോ ചെയ്തു, ഞാനിപ്പം ഒരു ഓഷയെ ഫോളോ ചെയ്യുന്നുണ്ട്, സദ്ഗുരു ഫോളോ ചെയ്യുന്നുണ്ട്, അല്ല ഇവിടെ ഇരിക്കുന്ന ഒരു ആശാനെ ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇരിക്കില്ല അവർ. നമുക്ക് യൂഹിക്കാൻ പറ്റാത്ത ഒരു സ്പിരിച്വൽ ആയിരിക്കും ഇവരുടെ സ്പിരിച്വൽ. പക്ഷെ അതിന്റെ ഡെപ്ത് കോർ ഇരിക്കും സം പേഴ്സൺ. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവരെ ചുറ്റിലും റൂമേഴ്സ് സ്പ്രിഡ് ആയിക്കൊണ്ടേയിരിക്കും. റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ റൂമേഴ്സ്, അത് എന്തുകൊണ്ട് വന്നു, എന്ത് നിൽക്കുന്നു, എന്താ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആണ്, അല്ല ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണെന്ന് ചോദിക്കുന്ന ക്യാരക്ടറിൽ ഇവർ ഇരിക്കും. അങ്ങനെ ഇവരെ കുറിച്ച് എപ്പോഴും ഗോസിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അയൽവക്കത്താരായിരിക്കും, ഓക്കെ ഫ്രണ്ട്സ് പോലും നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കും, പിറകിൽ പോയി വേറെ മാറി സംസാരിക്കും. ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പം ഇവർക്കൊരു ലെസൺ കിട്ടും ലൈഫിൽ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു. അതേപോലെ ഇവർക്ക് ഫസ്റ്റ് ഹാഫിൽ ഓർ സെക്കൻഡ് ഹാഫിൽ ആരെങ്കിലും ഒരു നല്ല ഒരു അസ്ട്രോളജറോ ലൈക്ക് ഇവരുടെ ഫാദറോ അല്ല ഫാദർ സ്ഥാനത്തിലിരിക്കുന്ന ഒരാളെ ഇവർ അഡ്വൈസ് ചെയ്യുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ആ അഡ്വൈസ് കേട്ട് ഓക്കെ റൈറ്റ്, ഞാൻ ഇത്രയും നാൾ ചെയ്ത് തെറ്റാണ്, അപ്പം എനിക്ക് ഇപ്പോഴാണ് ഈ ലോകത്തിലൊരു കാഴ്ചപ്പാട് കിട്ടിയത്, ഇനി ഞാൻ അതങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു അതിന് പുറത്തു വരും. അതെന്താന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഇരിക്കുമ്പം ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. പ്രാക്ടിക്കൽ ലൈഫ് മീൻസ് ഇവർ പറയും, ഇപ്പൊ ഞാൻ ഒരു 10 പേഴ്സൺ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ അവിടെ ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കരുത്, ചില വിഷയങ്ങൾ സംസാരിക്കണം. പക്ഷെ ഇവര്
ഇത് റൈറ്റ് ഇത് റോങ് ഇങ്ങനെ അന്വേഷിക്കാതെ സംസാരിക്കും, അത് ആലോചിക്കാതെ സംസാരിക്കുമ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ എല്ലാവരും കാഴ്ചപ്പാടിലും ഈ പുള്ളി എന്താ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെ തോന്നുമല്ലോ. അത് ആർക്കാലും അത് സ്വഭാവമല്ലേ അത് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഓപ്പൺ ഫേസ് ടു ഫേസ് ആർ ഓപ്പൺ പറയുമ്പോൾ എന്ത് പറയും, മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചമ്മിപ്പോവും. അപ്പൊ ഇവർ അത് മറയ്ക്കാൻ പറ്റില്ല ഇവർക്ക്. ഓക്കെ, ഞാൻ ശരിയായിട്ടാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ സാധിക്കും. അതായത് ഇവർക്ക് പ്രാക്ടിക്കൽ ലൈഫോട് അഡ്ജസ്റ്റ് ആകുമ്പം ഇവർ ഇങ്ങനെ മേൽനാട്ട് കൾച്ചറലൊക്കെ ഇവിടെ കൊണ്ടുവരും. കൾച്ചറൽ അതായെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരുടെ ഡിവോഴ്സിനെ പോലും അല്ല ലിവിങ് റിലേഷൻഷിപ്പ് പോലും ഇവരത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണ്, അതിനിപ്പോൾ എന്താ പ്രശ്നം, അവർക്ക് ഇഷ്ടപ്പെട്ടു, താല്പര്യമുണ്ട്, അവർ ലിവിങ് റിലേഷൻഷിപ്പ് ഇരിക്കുന്നു, അതിനെന്താന്നൊക്കെ ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ധനുരാശി. അപ്പോൾ ഇവരുടെ ലവ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർ സ്നേഹിക്കുന്നവർ ഉറപ്പായിട്ടും ആദ്യം ഇവരെ എന്താ പറയുക, ഇവർക്ക് ഒരുപാട് നിറയെ സ്ട്രഗിൾസ് ഇവരുടെ ലൈഫിൽ. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾസ് കാണും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്. പിന്നെ അതിൽ ചതിയിൽ അകപ്പെടും ഇവർ. അപ്പോൾ ഇവർക്ക് ആഫ്റ്റർ മാരേജ് വൈഫോ ഹസ്ബൻഡോ വന്നതിന് ശേഷമാണ് ഈ ലൈഫിൻ്റെ ഒരു എഡ്ജും എൻഡും ഇവർ കാണുന്നത്. അതായത് നമ്മൾ ഓക്കെ ഇത്ര നാൾ ഇവർ നല്ലൊരു ലവറാണ്, നല്ല ക്യാരിങ് കപ്പാസിറ്റി ആണ്, ക്യാരിങ് പേഴ്സൺ ആണ്. അപ്പം ഇവർക്ക് അത് തിരിച്ചിങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞൂടാതെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ ഇരിക്കും അവരുടെ ലൈഫിൽ. അപ്പം ഒരു സർട്ടൺ ഓഫ് പീരിയഡിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓക്കെ ലെറ്റ് ഇറ്റ് ബി, ഇനി എനിക്ക് വയ്യ, ഇനി ഏതൊക്കെ ഡിസൈനോ അങ്ങനെ നോക്കിക്കോട്ടെ. ഇവർ സൈലന്റ് ആയാലും പ്രശ്നമാണ്. ഇവർ സൈലന്റ് ആകാതെ ഇവർ വെക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ സൈലന്റ് ആയാലും എന്താണെന്ന് വെച്ചാൽ പ്രശ്നം. അതായത് അവർ ഇവർ ഇത്ര നാൾ നല്ല ഇങ്ങനെ ഇരുന്നല്ലോ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ സൈലന്റ് ആയത്, ഇങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് വരുന്നതും ഇവരാണ്. ഈ മാസ്റ്റേഴ്സ് ഒക്കെ, അതായത് മാസ്റ്റേഴ്സ് പറഞ്ഞാൽ ലൈക്ക് ഒരു നിറയെ ഫിസിക്കൽ വർക്കൗട്ട് ഇതിലുള്ള മാസ്റ്റേഴ്സ്, ഇവരുടെ ജോബാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഇവർക്ക് അറിയുന്ന ഒരു ടാലന്റ് വേറെവർക്ക് അറിയത്തില്ല. ഇപ്പം ഒരു കലയായാൽ ആ കലയുടെ എൻഡ് ഓഫ് ദ ഡെപ്ത് ഇവർക്ക് അറിഞ്ഞിരിക്കുക. ആ മാസ്റ്റേഴ്സ് മാക്സിമം നിങ്ങൾ നോക്കിയാൽ ഈ ജിമ്മിലിരിക്കുന്ന മാസ്റ്റേഴ്സ്, പിന്നെ ഒരു ഗുരുകുലശാലയിൽ ഒരു മാസ്റ്റേഴ്സ് ഇരിക്കുവാണെങ്കിൽ, അതിലൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് ഇരിക്കുവാണെങ്കിൽ അത് ഈ നിങ്ങൾ റാശി എന്താന്ന് ചോദിച്ചാൽ അവർ പറയും ധനുരാശിയാണെന്ന്. അത് അവർക്കേ അത് സൂട്ടബിൾ ആകത്തുള്ളൂ. അപ്പം ഇവിടെ ലവ് ലൈഫ് ഇങ്ങനെ, മാരേജ് ലൈഫ് ഇങ്ങനെ, ഇവിടെ ജോബ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു ഹയർ കാറ്റഗറി പൊസിഷൻ, ലോ കാറ്റഗറി ആയാലും അതിലൊരു ഹൈ പൊസിഷൻ. ഇവരുടെ അഡ്വൈസ് ഒക്കെ കേട്ടാൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഇവരെ അഡാപ്റ്റ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇവർ പ്രാക്ടിക്കൽ പേഴ്സൺ ആയതുകൊണ്ട്. അപ്പം ഇവർ ഇങ്ങനെയാണ്, ഒരു റാ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ധനുരാശിയാണോ, അല്ല നിങ്ങൾ അയൽവക്കത്താർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ധനുരാശി ആണെങ്കിൽ അവർക്ക് ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണം.